ഈ വർഷത്തെ മഹാകുംഭമേള കാണണമെന്ന് കുംഭമേളയെ പറ്റിയുള്ള ന്യൂസ് കേട്ടപ്പോൾ മുതലുള്ള ആഗ്രഹമാണ്. ടിക്കറ്റെല്ലാം എടുത്ത് ദിവസങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വന്നപ്പോൾ കയ്യിൽ ഒരുപാട് ദിവസങ്ങൾ കിട്ടി. അതുകൊണ്ട് തന്നെ പ്രയാഗ്രാജിൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന മിക്ക സ്ഥലങ്ങളും പോയി കാണണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിൽ രാം മന്ദിറും ഒരു ഡെസ്റ്റിനേഷനായിരുന്നു. ആദ്യം നമ്മൾ ആഗ്രയിൽ പോയി താജ്മഹലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അയോധ്യയിലേക്ക് പോകുന്നത്. യെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിനേക്കാളും എന്തുകൊണ്ടും സേഫ് ബസ്സാണ്. ട്രെയിനിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നതാണല്ലോ. അതിപ്പോൾ AC ബുക്ക് ചെയ്താലും സ്ലീപ്പർ ബുക്ക് ചെയ്താലും ഒക്കെ അവസ്ഥ ഇത് തന്നെയാവും. ബസ്സാകുമ്പോൾ ആ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട, സേഫ്റ്റി ഗ്യാരണ്ടിയാണ്. രാവിലെ കണ്ണു തുറന്നപ്പോൾ ഞാൻ കാണുന്നത് ഇതുപോലൊരു മൂടൽ മഞ്ഞായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഇത് മൂടൽ മഞ്ഞല്ല, പൊടിയാണെന്നുള്ള കാര്യം. യിലെ മണ്ണ് നമ്മുടെ നാട്ടിലേക്ക് കളിമണ്ണ് പോലത്തെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയായിരിക്കും. രാവിലെയോടുകൂടി നമ്മൾ അയോധ്യയിലെത്തി. പ്രയാഗ്രാജിലെ തിരക്ക് അയോധ്യയും ബാധിച്ചതുകൊണ്ട് തന്നെ രാം മന്ദിറിനും 4 കിലോമീറ്റർ ഇപ്പറയാണ് നമ്മൾ വന്ന ബസ് നിർത്തിയത്. രാം മന്ദിർ അടുക്കും തോറും അങ്ങോട്ടേക്ക് റിക്ഷയോ വേറുള്ള വണ്ടികളോ ഒന്നും കടത്തിവിടത്തില്ല. കേരളം വിട്ടാൽ കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ് ഇതുപോലെ നടക്കുന്ന പശുക്കൾ. നമ്മളെന്തായാലും രാം മന്ദിറിനെ ലക്ഷ്യം വെച്ച് നടക്കാൻ തുടങ്ങി. പിന്നെയാണ് ഒരു ചേട്ടൻ പറയുന്നത് നടന്നാൽ ഇപ്പോഴൊന്നും എത്തത്തില്ല, അതുകൊണ്ട് റിക്ഷ പിടിക്കുന്നതായിരിക്കും നല്ലതെന്ന്. രാം മന്ദിറിലേക്ക് അടുക്കുന്ന റോഡുകളിലും ഭിത്തികളിലൊക്കെ ഇതുപോലുള്ള കൊത്തുപണികളും അലങ്കാരപ്പണികളൊക്കെ ധാരാളം കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് റിക്ഷ അവൈലബിൾ ആണ്, ഷെയർ ഓട്ടോസും അവൈലബിൾ ആണ്. ഇവിടുത്തെ റിക്ഷയെ വിളിക്കുന്ന പേര് ടുക് ടുക് എന്നാണ്. നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇവരുടെ പൈസ. ആദ്യം ഇവർ വലിയ പൈസ പറയും, നമ്മൾ അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത് ലോ എമൗണ്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു ടുക് ടുക് എല്ലാം പിടിച്ചിട്ട് നേരെ രാം മന്ദിർ ലക്ഷ്യമാക്കി പോവുകയാണ്. എൻ്റെ വിചാരം നേരെ ഇപ്പോൾ രാം മന്ദിറിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുമെന്നാണ്. പക്ഷേ ഈ ചേട്ടൻ പകുതി വഴി എത്തിയപ്പോൾ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് വണ്ടി വിടത്തില്ല, നടന്നേ പറ്റുള്ളൂ എന്ന്. പോകുന്ന റോഡൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ടായിരുന്നു, പക്ഷെ ചില ഇടങ്ങൾ കുത്തിപ്പൊളിച്ചിട്ടേക്കുവാണ്. ഇവിടെ ഇപ്പോഴും ഡെവലപ്മെൻറ്റ് നടക്കുന്നതേ ഉള്ളൂ. രാം മന്ദിറെല്ലാം വന്ന് ടൂറിസ്റ്റ് പ്ലേസൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയാൽ മാത്രമേ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. പോകുന്ന വഴിയെല്ലാം ഇതുപോലെ കാവിക്കൊടികളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ ടുക് ടുക്കിൽ 4 പേർക്ക് ഇരിക്കാനുള്ള സീറ്റേ ഉള്ളെങ്കിലും ഇവർ മാക്സിമം 12 പേരെ വെച്ചൊക്കെയാണ് ഓടിക്കുന്നത്. ആളെണ്ണം വെച്ചിട്ടാണ് ഇവർ പൈസ മേടിക്കുന്നത്. 2 പേര് ഒരുമിച്ച് വന്നതാണ്, അതുകൊണ്ട് 2 പേർക്ക് കൂടി 50 രൂപ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ഒരാൾക്ക് 50 രൂപ അല്ലെങ്കിൽ ഒരാൾക്ക് 25 രൂപ അങ്ങനെയൊക്കെയാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത്. പകുതി വഴി കൊണ്ട് ചേട്ടൻ നമ്മളെ ഇറക്കിയിട്ട് പോയി. നമ്മളിവിടെ നടന്നു തുടങ്ങുകയാണ്. ഈ നടക്കുമ്പോഴും എൻ്റെ വിചാരം ഇതുപോലെ നടന്നിപ്പോൾ നേരെ രാം മന്ദിറിൻ്റെ മുന്നിൽ നിൽക്കുമെന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല സംഭവിച്ചത്. ഈ പോകുന്ന ആൾക്കാരെല്ലാം രാം മന്ദിറിലേക്കാണ്. അവരുടെ പുറകെ പോയി ഏകദേശം 3-3.5 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ രാം മന്ദിറിലെത്തിയത്. പോകുന്ന വഴിയിൽ വീണ്ടും കുറേ പശുക്കളെ കണ്ടു. പിന്നെ ഇതുപോലെ ടുക് ടുക്ക് പോകുന്നതും കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ നമ്മളെ പകുതി വഴിക്ക് ഇറക്കി വിട്ടിട്ട് പോയെന്ന്. അപ്പോൾ വയ്യാത്ത ആൾക്കാർക്കും പ്രായമായ ആൾക്കാരെയും കുറച്ചുകൂടി മുന്നിലേക്ക് ടുക് ടുക്ക് കൊണ്ടാക്കി കൊടുക്കും. ആരോഗ്യമുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരെ പകുതി വഴിക്ക് ഇറക്കിയും വിടും. ഇതുപോലുള്ള കുറേ ക്ഷേത്രങ്ങൾ അയോധ്യയിൽ കാണാൻ കഴിയും. കണ്ടാൽ ഹോട്ടൽ പോലെയൊക്കെ തോന്നും, പക്ഷേ ഇതൊരു ക്ഷേത്രമാണ്. ഇവിടെയൊന്നും അങ്ങനെ ആൾക്കാർ കയറുന്നില്ല, അതുകൊണ്ട് നമ്മളും കയറിയില്ല. പിന്നെയും കുറേ ദൂരം ഇതുപോലെ നടന്നു. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ കുറേ കെട്ടിടങ്ങളുണ്ട്. അതുപോലെ ഒരാൾക്ക് താമസിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഷെഡുകളുണ്ട്. ഞാൻ അപ്പോഴൊക്കെ അന്തം വിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ഒരിക്കലും ഇതുപോലൊരു സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റില്ല. അത് ഞാൻ കേരളത്തിൽ ജനിച്ച് വളർന്ന് ഇവിടുത്തെ ആ ഒരു സൗകര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തത് കൊണ്ടാവാം. പക്ഷെ ഇങ്ങനെ ഒരു പ്രദേശത്ത് വെള്ളവും കിട്ടാതെ വീടിന് മുന്നിൽ ഇങ്ങനെ ഓടയും ഡ്രെയിനേജും എല്ലാം കൂടി ആയിട്ടൊന്നും എന്നെക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഏത് ആരാധനാലയത്തിൽ പോയാലും ചന്ദനം തൊടൽ മസ്റ്റാണല്ലോ. ഇവിടെ നമ്മൾ ശ്രീരാമൻ്റെ ഒരു ചന്ദനമൊക്കെ തൊട്ടു ആൾക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ നടന്നു തുടങ്ങിയപ്പോൾ കുറേ കടകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇനി അടുത്ത് രാം മന്ദിർ ആണെന്ന്. പക്ഷെ അവിടെയും എൻ്റെ പ്രതീക്ഷകൾക്ക് വിഫലമായിട്ടാണ് സംഭവങ്ങൾ നടന്നത്. ഈ കടകളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് രാം മന്ദിറിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. തമിഴ്നാട് കേരളത്തിലേക്ക് ഉള്ള പോലെ അഗ്രഹാര സെറ്റപ്പൊക്കെ തന്നെയാണ് ഇവിടെയും.
കോലമൊന്നുമില്ല, പക്ഷെ അതുപോലെയൊക്കെ തന്നെയാണ് ആളുകൾ താമസിക്കുന്നത്. പോകുന്ന വഴിത ഇതുപോലെ കുഞ്ഞു അമ്പലങ്ങളൊക്കെ കണ്ടു. ചിലപ്പോൾ ഇവിടെയൊക്കെ പണ്ട് ആരാധനാലയങ്ങൾ, അവർ പ്രാർത്ഥനയും വഴിപാടൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. അതിന് ഓപ്പോസിറ്റായിട്ട് ഇതുപോലൊരു വലിയ ഗേറ്റുണ്ട്. ആളുകളൊക്കെ ഇവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയത് എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ നമ്മളും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ കാഴ്ചകളാണ് കാണുന്നത്. വീടിന് തൊട്ട് മുന്നിലായിട്ട് ഓട, അതിലേക്ക് പൈപ്പ്, ആ പൈപ്പിൽ നിന്നാണ് ഇവർ കുടിവെള്ളം എടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളായിരുന്നു കണ്ടത്. ശരിക്കും നമ്മൾക്കൊക്കെ ഇതൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ നടന്ന് വന്ന് കയറിയത് ഈ ഒരു കാവ്യമായിട്ടുള്ള ഒരു ക്രൂവിനിടയ്ക്കാണ്. ശരിക്കും ഈ ഒരു ക്രൗഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ തൊഴുതിട്ട് പോകുന്നതാണോ അതോ ഇവിടെ എന്തെങ്കിലും ഭജന ഇരിക്കാൻ വന്നതാണോ എന്ന്. ശരിക്കും അങ്ങനെയല്ല സംഭവം. ഇവരെല്ലാം നടന്നു പോകുന്നത് രാം മന്ദിറിലേക്കാണ്. കൊടികളെല്ലാം പിടിച്ച് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് ഇവരെല്ലാം പോകുന്നത്. അപ്പോൾ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഈ ക്രൗഡിനുള്ളിൽ കൂടെ നടക്കുന്നത്. ആളുകളാരും നമ്മളെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. എല്ലാവരും ശ്രീരാമനെ കാണണം എന്നൊരൊറ്റ ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ മുന്നേറി പോവുകയാണ്. ഇതിനിടയ്ക്ക് കുഞ്ഞു കൊച്ചുങ്ങളെയും കൊണ്ട് കുറേ അമ്മമാരുണ്ട്, അതുപോലെ വലിയ പ്രായമായിട്ടുള്ള ആൾക്കാരെയും കൊണ്ട് ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ വിചാരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെയും കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പോകേണ്ട, ഇത്രയും തിരക്കല്ലേന്ന്. പക്ഷേ ഇവിടുത്തുകാർക്ക് അതൊന്നും വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. ഇവർ സുഖമായിട്ട് ആ തിരക്കിനിടയിൽ കൂടി ഈ മക്കളെയും കൊണ്ട് വയസ്സായ ആൾക്കാരെയും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് കൈവിട്ട് പോയ ആൾക്കാരുടെ അനൗൺസ്മെൻറ്റ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു ഗേറ്റിൻ്റെ മുമ്പ് നിൽക്കുന്നുണ്ട്, നമ്മളെ വന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അമ്മമാരും അതുപോലെ മക്കളുമൊക്കെ വിളിക്കുന്നുണ്ട്. രാം മന്ദിറിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ഉടുപ്പി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഉടുപ്പി എക്സ്പ്രസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് നേരെ കയറി നല്ല വൃത്തിയുള്ള ആഹാരം കഴിക്കാം. ഇതുപോലെ വീൽ ചെയറിൽ പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇതിനിടയ്ക്ക്. പക്ഷേ ഇവരാരെയും അങ്ങനെ പ്രത്യേകിച്ച് വേറെ ആരും വന്ന് ഉന്തോ തള്ളോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ പട്ടാളക്കാർ നിൽക്കുന്ന പേടി കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും എല്ലാവരും ശാന്തരായിട്ട് രാമനാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ടാണ് രാം മന്ദിറിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് രാം മന്ദിറിൻ്റെ കവാടത്തിലെത്തിയിട്ടുണ്ട്. വലതുവശത്ത് കാണുന്നതാണ് രാം മന്ദിറിൻ്റെ കവാടം. കയറുന്ന വഴിയല്ല ഇറങ്ങി വരുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ അത്രയും വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് നേരെ ചെന്ന് കയറാം. കുംഭമേള പ്രമാണിച്ച് ഇവിടെ ഇപ്പോൾ വലിയ ടൈറ്റ് സെക്യൂരിറ്റി ഒന്നുമില്ല. നമുക്ക് ബാഗും അതുപോലെ തന്നെ ഫോണും ഒക്കെ കൊണ്ട് കയറാം. മുന്നേ ആയിരുന്നെങ്കിൽ ബാഗും ഫോണും ഒന്നും കൊണ്ടുകയറാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ബാഗെല്ലാം സ്കാനറിൽ കൂടെ കയറ്റി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആ ബാഗ് തിരിച്ചു തരും. അതുപോലെ തന്നെ ഫോൺ യൂസ് ചെയ്യാം. ഫോണും ബാഗും എല്ലാം കൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മളും ആ ഒരു ക്യൂവിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഈ കയറുന്ന വശത്ത് തന്നെയാണ് നമ്മുടെ ബാഗെല്ലാം പരിശോധിക്കുന്ന കൗണ്ടർ. നമ്മുടെ മെട്രോ സ്റ്റേഷൻസിലും അതുപോലെ എയർപോർട്ടിലേക്ക് ഉള്ളതുപോലത്തെ ബാഗ് ചെക്കിംഗ് സ്റ്റേഷനാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ബാഗ് കൊടുത്തിട്ട് ബാഗെല്ലാം തിരിച്ച് മേടിച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ നമ്മളും ആ ഒരു കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ ബാഗും കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ബാഗ് കൊടുക്കുന്ന കൗണ്ടറിലാണെങ്കിലും തിരക്കുണ്ടെന്നല്ലാതെ നമ്മളെ ആരും വന്നിട്ട് ഉപദ്രവിക്കോ ഉന്തോ തള്ളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാരെല്ലാം അവരവരുടെ കാര്യം നോക്കി പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രയാഗ്രാജിലെ കുംഭമേളയായിട്ട് ബന്ധപ്പെട്ട അയോധ്യയിലെ തിരക്കും അവിടുത്തെ അക്രമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയതും ഈ ഒരു കുംഭമേള സമയത്തായിരുന്നു. പക്ഷേ നമ്മൾ പോയപ്പോൾ അങ്ങനെ വലിയൊരു തിരക്കോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അപകടം പറ്റുന്ന രീതിയിലുള്ള ഒന്നും അനുഭവപ്പെട്ടില്ല. അങ്ങനെ നമ്മളും ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അവസാനം ബാഗ് ചെക്ക് ചെയ്യുന്ന കൗണ്ടർ എത്തിയപ്പോൾ നമ്മൾ ബാഗ് ഊരി കൊടുത്തു. ബാഗ് ഊരിയിട്ട് അപ്പുറ സൈഡിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാഗ് ആ ഒരു റോളറിൽ കൂടി കയറി അങ്ങ് അപ്പുറത്ത് വരും. അപ്പോൾ നമുക്ക് ബാഗ് എടുത്തുകൊണ്ടങ്ങ് പോവാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ വേറെയുള്ള വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അതായത് കുംഭമേള പ്രമാണിച്ചില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ബാഗും സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബാഗും കൊണ്ട് നേരെ അകത്തേക്ക് കയറി. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വലിയ കെട്ടിടമാണ്. അപ്പോൾ ഇതാണ് രാം മന്ദിർ തെറ്റിദ്ധരിക്കരുത്, ഇത് രാം മന്ദിർ അല്ല. ഇത് ശരിക്കും ഒരു റെസ്റ്റിംഗ് ഏരിയയാണ്. നമ്മൾ ഈ ഒരു കെട്ടിടത്തിനകത്തൂടെ ആയിരിക്കും തിരിച്ചിറങ്ങി വരുന്നത്. ഇതിനകത്ത് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിന് പുറത്തായിട്ട് ഇതുപോലെ ഷൂ റാക്ക് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഷൂ സൂക്ഷിക്കാൻ കൊടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. ഷൂ മാത്രം അലൗഡ് അല്ലായിരുന്നു, ബാക്കി ബാഗും ഫോണും കാര്യങ്ങളൊക്കെ അലൗഡായിരുന്നു. അതിനുശേഷം ഇവരിവിടെ ഇതുപോലെ കമ്പി വച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തൂടെ നടന്ന് വേണം, ഒരുപാട് വളഞ്ഞ് പൊളഞ്ഞ് വേണം നമ്മൾ അകത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്യൂവും അങ്ങനെ വലിയ തിരക്ക് പിടിച്ച് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ കാത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ ഒഴുകി പോകുന്നൊരു ക്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ രാം മന്ദിറിനകത്ത് കയറിയിട്ട് പുറത്തിറങ്ങി. പല സെക്ഷൻ തിരിച്ച് ആളിനെ വിടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ക്യൂ തീരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഉപയോഗം, നടന്നു പോകുന്ന വഴിയിൽ ഇതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയ്യാത്ത ആൾക്കാരാണെങ്കിലും അവർക്ക് നടന്നു പോകുന്ന സമയത്ത് ഇതുപോലെ വിശ്രമിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ക്യൂ നടന്ന് രാം മന്ദിറിൻ്റെ മുന്നിലെത്തി. ഇപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും ഒരുപാട് വലിയ രീതിയിലുള്ള ശ്രീരാമജയങ്ങളും ശ്രീരാമ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ടായിരുന്ന ആളുകൾ. എനിക്കാണെങ്കിൽ ഇത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. നമ്മൾ രാംലല്ലയൊക്കെ TV-ലല്ലേ കണ്ടിട്ടുള്ളൂ. ആ ഒരു ഫുൾ വജ്രമൊക്കെ ഇട്ട് നിൽക്കുന്ന, ആ ഒരു തിളങ്ങി നിൽക്കുന്ന രാംലല്ല ഒന്ന് നേരിട്ട് കാണണം, ഇതിനകത്ത് എന്താണെന്നുള്ളത് അറിയണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്റ്റെപ്പെല്ലാം കയറി അകത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരും രാം മന്ദിർ. ആ ഒരു ഫീലിംഗ് ശരിക്കും ഭയങ്കര ഫീലിംഗാണ്. കാരണം നമ്മൾ TV-യിൽ കൂടെ കണ്ട, ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു കെട്ടിടം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് ശരിക്കും നമുക്കൊരു ഭയങ്കര ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ സെൽഫീസൊക്കെ എടുത്തു, നമ്മുടെ വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറുന്ന സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വൈറ്റ് മാർബിളിലാണ് തീർത്തിരിക്കുന്നത്. പിടിയിലാണെങ്കിലും ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യം, അതായത് എല്ലാവർക്കും പ്രധാനം ഫോട്ടോ എടുക്കുക, കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. നമ്മളും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ഇങ്ങനെ ഒഴുകി രാം മന്ദിറിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ എന്നെ ശരിക്കും അതിശയപ്പെടുത്തിയത് ഇവിടുത്തെ ഈ കൊത്തുപണികളാണ്. പണ്ടുള്ള ക്ഷേത്രങ്ങളും പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ നമ്മൾ കാണുമ്പോൾ അന്നത്തെ കൊത്തുപണിയുടെയൊക്കെ ആ ഒരു മാർവെലസ് നമ്മൾ വിളിച്ചു പറയാറുണ്ടോ, അവരന്ന് അങ്ങനെയാണ് ചെയ്തത്, ഇത്രയും വലിയ രീതിയിൽ ചെയ്തല്ലോ എന്നുള്ളത്. ശരിക്കും ഇപ്പോഴത്തെ കാലത്തെ കലാകാരന്മാർക്കും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇതുപോലെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണല്ലോ രാം മന്ദിർ. ഇവിടുത്തെ ചുവരായാലും ഭിത്തികളായാലും ശരിക്കും നിറയെ കൊത്തുപണികൾ കൊണ്ട് തീർത്താണ്, പല തരത്തിലുള്ള കൊത്തുപണികൾ കൊണ്ട് തീർത്താണ്. അപ്പോൾ അത് ഒരു കാലഘട്ടത്തിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഇതുപോലുള്ള കഴിവുകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കയറുന്ന വഴിയിൽ ഇതുപോലെ സ്ക്രീനുകളിൽ രാംലല്ലയുടെ ഫോട്ടോസ് ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് മുഷിയണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും രാം മന്ദിറിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അത് രാം മന്ദിറിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്തോട്ടാണെങ്കിലും ഒരുപാട് പണികൾ ഇനിയും ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അന്ന് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് കെട്ടിപ്പടുത്തതാണെങ്കിലും എന്തായാലും ഇതൊരു അതിശയമായിട്ട് തന്നെയാണ് എല്ലാവരും ഉൾക്കൊള്ളതും ഞാനും ഉൾക്കൊണ്ടതും എല്ലാം. ഓരോ തൂണിൻ്റെ അണ്ടറിലും ഇതുപോലുള്ള ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പണികളൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം. റൂഫിലാണെങ്കിലും ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവസാനം നമ്മൾ രാംലല്ല ഇരിക്കുന്ന ആ ഒരു ഏറ്റവും അകത്തെ ഗർഭഗൃഹം എന്ന് വിളിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളെത്തി. അങ്ങനെ രാംലല്ലയെ കണ്ണു നിറയെ കണ്ടു. ഫുൾ വജ്രമൊക്കെ ഇട്ടിട്ട് അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അതിനടുത്തേക്കൊന്നും നമ്മളെ വിടത്തില്ല. പക്ഷേ എന്തോ നമ്മൾ ചെന്ന ആ ഒരു സമയത്ത് ഭാഗ്യം കൊണ്ടായിരിക്കാം ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ അവിടെ ഇതുപോലുള്ള കർട്ടൻസൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇവിടെയൊക്കെ സെക്യൂരിറ്റി നിൽപ്പുണ്ട് നമ്മളെ ഇങ്ങനെ തള്ളിവിടാനായിട്ട്. അങ്ങനെ ഞാനും വീഡിയോസൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചില ആൾക്കാർ ഭക്തിമൂത്ത് ഇവിടെ വന്നിട്ട് മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്. തൂണിലൊക്കെ ഉള്ള ഓരോ വിഗ്രഹങ്ങളിലൊക്കെ തൊട്ട് തൊഴുകുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും അങ്ങനെയുള്ള ഒരു ഫീലിംഗ് അല്ല തോന്നിയത്. ഒന്ന് കാണാൻ പറ്റിയല്ലോ, എന്താണെന്ന് അറിയാൻ പറ്റിയല്ലോ എന്നൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ കണ്ടു. പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തുമാത്രം പണി ഇനി പെൻഡിങ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്.
ഈ രാം മന്ദിറിൻ്റെ ഏറ്റവും പുറകു വശത്താണെങ്കിൽ പോലും ഓരോ പില്ലറിലും ഇനിയും പണി നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ പണികളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ പുറത്തോട്ടിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കയറിയ വഴി കൂടെ അല്ല പുറത്തിറങ്ങുന്നത്, വേറൊരു വഴി കൂടിയാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ പുറത്തിറങ്ങി ബാക്ക് വശത്തൂടെ ഇറങ്ങുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളായിട്ട് ഇങ്ങനെ പണി നടക്കുന്നേ ഉള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ബ്രിക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയായിരുന്നു അവിടെയും. കളിമണ്ണ് പോലത്തെ മണ്ണായതുകൊണ്ട് അന്തരീക്ഷം നിറയെ കുഞ്ഞു കുഞ്ഞു പൊടികളാണ്. അപ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോൾ എന്തായാലും ഒരു ലോഡ് പൊടി നമ്മുടെ ഉള്ളിലും പോവും. അങ്ങനെ അവിടെ കറങ്ങി നിന്ന് കുറച്ച് പണികളൊക്കെ കണ്ടു. ഇപ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം ഇനി കെട്ടുന്നത് ലക്ഷ്മണന്, ഹനുമാന്, സീതാദേവിക്ക് അങ്ങനെയൊക്കെയാണ് കെട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബിൽഡിങ്ങിനകത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനകത്താണ് റെസ്റ്റ് റൂമും അതുപോലെ ലോക്കേഴ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് അകത്തുനിന്ന് കാണാനായിട്ട് സാധാരണ ഒരു ഓഫീസ് ബിൽഡിംഗ് പോലെ ഉള്ളെങ്കിലും പുറത്തു നോക്കുമ്പോൾ ഇതും ഒരു അമ്പലത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് പണിഞ്ഞിരിക്കുന്നത്. ഇതിനകത്തും ചെറിയൊരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് അവിടെ കാണാനുള്ള കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും വരുന്നത്. ഇപ്പോൾ കുംഭമേള പ്രമാണിച്ച് ഇവിടെയും ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റി. അതും ഒരു ഭാഗ്യം, പൈസ കൊടുക്കേണ്ടി വന്നില്ല. ഇപ്പോൾ തിരിച്ചിറങ്ങി നമ്മൾ ആ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഇതുപോലെ രാം മന്ദിറിലെ പ്രസാദമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ രാംലല്ലയുടെ കുറേ മാഗ്നറ്റ് കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സൊവനിയർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെയാണ്. കാരണം കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലാണെങ്കിലും അയോധ്യയിൽ നിറയെ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. അതിനുശേഷം നമുക്കിനി പോകേണ്ടത് പ്രയാഗ്രാജിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോകണം. ബസ് സ്റ്റാൻഡിൽ പോയാൽ നമുക്ക് പ്രയാഗ്രാജിലേക്ക് ഡയറക്റ്റ് ബസ്സൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡ് തപ്പി നടക്കുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ അറിഞ്ഞു. അപ്പോൾ ആൾക്കാരിങ്ങനെ നമ്മളെ വിളിക്കുന്നുണ്ട് സാധനം വാങ്ങിക്കാൻ വാന്നൊക്കെ. എന്നിട്ട് നമ്മൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ കയറി നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ അയോധ്യയിലെ ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പോൾ ഇതാണ് അയോധ്യയിലെ ബസ് സ്റ്റാൻഡ്. ഇവിടെയും രാമൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രയാഗ്രാജിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടി. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനി നേരെ പ്രയാഗ്രാജിലേക്ക്.